കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുള്ളത്, നിന്റെ ഉള്ളിൽ വസിച്ച് നിന്നെ നയിക്കുവാൻ വേണ്ടിയാണ്. ഓക്കെ, പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുള്ളത് നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ. നമ്പർ 1, പരിശുദ്ധാത്മാവ് നിന്റെ മുകളിലുള്ളത്, നിന്റെ മേൽ വരും. ഓക്കെ, അത് നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുള്ളത് നിന്നെ നയിക്കുവാൻ വേണ്ടിയാണ്. റോമർക്കെഴുതിയ ലേഖനത്തിന്റെ 1:14 പറയുന്നു, as many as led by the Holy Spirit are sons of God. ദൈവ മക്കളാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നത്. ഓക്കെ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുള്ളത് നമ്മളെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്. അപ്പം മറന്നിട്ടില്ലല്ലോ, 3 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി. ഈ അഭിഷേകത്തിന്റെ പ്രാധാന്യം, ഈ അഭിഷേകം, ഉള്ളിലുള്ള അഭിഷേകം നിന്നെ പഠിപ്പിക്കുന്നതാണ്. 1 യോഹന്നാൻ 2:27 പറയുന്നു, നിന്റെ ഉള്ളിലുള്ള അഭിഷേകം നിന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നവർക്ക് മറ്റൊരാളുടെ ആവശ്യമില്ല. കാരണം പരിശുദ്ധാത്മാവാണ് നിന്നെ വചനം പഠിപ്പിക്കുന്നത്. വചനം പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല. വചനം വായിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോ ആത്മാവിനോ മനസ്സിനോ ബലമില്ല. ഓക്കെ, എന്തിനാണ് പെട്ടെന്ന് ആൾക്കാർ വ്യാകുലപ്പെട്ട് ശോഷിച്ച് നിരാശപ്പെട്ട് ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നത്? എന്താ കാരണം? അവരുടെ ഉള്ളിൽ വചനമില്ലാത്തത് കൊണ്ടാണ്. 51-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു ദാവീദ്, എൻ്റെ ഉള്ളിൽ വചനമുള്ളതിനാൽ ഞാൻ പാപം ചെയ്യുന്നില്ല. സന്തോഷം.